നമുക്ക് തന്നെ എനിക്ക് തന്നെ അത്രയും കൺവിക്ഷൻ വരുന്നുണ്ട്. ഇത്രയും നല്ലൊരു സാധനം നമ്മുടെ നാട്ടിലുള്ളവർക്ക് അത്ര അറിയില്ല, ഇതിന്റെ വാല്യൂ ആരും റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വിദേശികൾക്ക് ഇത് അറിയും. അതാണ് നമ്മൾ ഇതിലൊരു പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്യുന്നില്ല. ഇതിപ്പോ ഓസ്ട്രേലിയയിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്കും ഈ പ്രൊജക്റ്റിൽ പങ്കുചേരാവുന്നതാണ്. UCWയുടെ കണ്ണൂർ വെയർ ഹൗസിൽ നിന്ന് ദുബായിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യത്യസ്ത ഐറ്റം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മുടെ ആ ഐറ്റംസ് പോകുന്ന കണ്ടെയ്നർ. 40 ഫീറ്റ് കണ്ടെയ്നറാണ്. ലോഡിങ്ങിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് ഈ കണ്ടെയ്നർ. നമ്മുടെ പ്രൊഡക്റ്റ് അകത്തുണ്ട്, വെയർ ഹൗസിൻ്റെ അകത്തുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെയാണ് പ്രൊഡക്റ്റ് ലോഡിങ്ങിന് വേണ്ടി റെഡി ആയിട്ട് കിടക്കുകയാണ്. ഈ കമ്പനിയുടെ പേര് മായി ഗ്രീൻസ് എന്നാണ്. അപ്പോൾ മായി ഗ്രീൻസ് MD സത്യകൃഷ്ണമായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹം പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരും. അദ്ദേഹമാണ് മായി പ്രൊഡക്റ്റിൻ്റെ MD സത്യകൃഷ്ണ. സത്യം നമ്മുടെ കണ്ടെയ്നർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പ്രൊഡക്റ്റ് എന്ന് നമുക്കൊന്ന് അറിയണം. ഇതിൻ്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽ കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാം. നമസ്കാരം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്ട്സ് എന്ന് വെച്ചാൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. മുരിങ്ങേൻ്റെ പൗഡർ, അശ്വഗന്ധൻ്റെ പൗഡർ, ടെർമറിക്കിൻ്റെ പൗഡർ, ടാരോ റൂട്ട്. ഇപ്പോൾ പണ്ടുണ്ടായ എല്ലാം നമ്മൾ കേരളത്തിൽ തന്നെ ഉണ്ടായ നല്ല കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്ത് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നതാണ്. ഈ മായി ഗ്രീൻസ് എന്ന് പറയുന്ന കമ്പനിക്ക് എത്ര പ്രൊഡക്റ്റുകളുണ്ട്? നമുക്കിപ്പം 3 കാറ്റഗറിയിലായിട്ട് ഏകദേശം ഒരു 10-32 പ്രോഡക്ട്സോളം ഉണ്ട്. 3 കാറ്റഗറി എന്ന് വെച്ചാൽ നമ്മൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്, നാച്ചുറൽ സപ്ലിമെന്റ്സ്, ഒരു ഹെർബൽ ഇൻഫ്യൂഷൻസ്. ഇപ്പം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പൗഡേഴ്സിന്റെ കാറ്റഗറിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ നോർമലി ഇതെല്ലാം എന്ന് വെച്ചാൽ ജസ്റ്റ് ഡീഹൈഡ്രേറ്റ് ചെയ്ത പൗഡേഴ്സ് ആണ് ഉണ്ടാവുക. അത് വെള്ളത്തിൽ കലക്കി കുടിക്കാൻ പറ്റും, അല്ലെങ്കിൽ തേനിലോ അല്ലെങ്കിൽ സ്മൂത്തീൻ്റെ കൂടെയോ ചപ്പാത്തീൻ്റെ കൂടെയോ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ ശരിക്കുള്ള ഈ പ്രൊഡക്റ്റ് കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി എന്താ വെച്ചാൽ ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഒക്കെ സൂപ്പർ ഫുഡിന്റെ കാറ്റഗറിയിലാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അതാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ അതിന്റെ കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ്. ഇത് മുരിങ്ങ ഇത് വലിയ പാക്കിൽ പോകുന്നതാണ്. ഇത് പുറത്തേക്ക് പോകുന്ന പ്രോഡക്റ്റ് ആണ്. ഇത് എക്സ്പോർട്ട് ചെയ്ത് ദുബായിലേക്ക്, ഇതിപ്പോ ഓസ്ട്രേലിയയിലേക്ക് പോകും. ഇത് ഇപ്പം പോകുന്നത് ഇതിപ്പോ ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് നമുക്ക് പോകുന്നതാണ്. അപ്പൊ മിക്ക ആൾക്കാരും ഇത് ആക്ച്വലി എന്താന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഡക്റ്റിന്റെ മുകളിൽ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇത് ശരിക്കും മുരിങ്ങ പൊടിച്ചതാണോ? മുരിങ്ങയുടെ ഇല പൊടിച്ചതാണ്. മുരിങ്ങയുടെ ഇല പൊടിച്ചത്. അപ്പം ഇതിലെന്താ കാര്യം എന്ന് വെച്ചാൽ മുരിങ്ങയുടെ എല്ലാ ന്യൂട്രിയൻസും നമുക്ക് വരും. കാരണം നമ്മൾ എല്ലാ വീട്ടിലും പണ്ട് മുരിങ്ങ ഉണ്ടായിരുന്നു, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം നമുക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും അതിലുണ്ട്. അതാണ് നമുക്ക് പറ്റിയത്. അപ്പൊ അത് നമ്മളെന്താ ചെയ്യിച്ചാൽ നമുക്കത് ഇല ഇപ്പൊ മുരിങ്ങ ഉണ്ടായാൽ തന്നെ നമ്മളത് ഇല പറിച്ചിടാനും ഇതെല്ലാം മടിയും അതുള്ളത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു പൗഡർ ഫോമിലേക്ക് ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടിയും ചപ്പാത്തിന്റെ കൂടെ നമുക്കൊരു സ്പൂൺ ആഡ് ചെയ്താൽ നമുക്ക് അതിന്റെ ന്യൂട്രിയൻസും കിട്ടും, അതിന്റെ ടേസ്റ്റും ഉള്ളതും ബുദ്ധിമുട്ടോ കുട്ടിയൊക്കെ അറിയില്ല. അപ്പൊ നമ്മളെന്താ വെച്ചാൽ ഇത് നമ്മൾ വർക്ക് ചെയ്തത് ഇങ്ങനത്തെ ഒരു ബേസിക് പ്രോഡക്റ്റ് ആയിട്ടാണ്, മുരിങ്ങ പൗഡർ ആയിട്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് കാറ്റഗറി എന്ന് വെച്ചാൽ നമ്മളെ ക്യാപ്സ്യൂൾസിന്റെ റേഞ്ച് ഉണ്ട്. അപ്പൊ അത് വെച്ചാൽ ചിലർക്ക് ഇതിന്റെ ടേസ്റ്റ് ഇതാക്കാത്തതുകൊണ്ട് ക്യാപ്സ്യൂൾ കഴിക്കുന്ന ആൾക്കാരുണ്ട്, ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ, അവർക്കെല്ലാം അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. പക്ഷേ ഇനി നെക്സ്റ്റ് എന്താ ചെയ്യുന്ന വെച്ചാൽ ഇതിന്റെ ഹെർബൽ ഇൻഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അത് ചായയുടെ റേഞ്ചിൽ നമ്മൾ എന്ത് വെച്ചാൽ ഇത് അശ്വഗന്ധേൻ്റെതാണ്, ഇതേപോലെ തന്നെ മുരിങ്ങയുടെ ഇതുണ്ട്. അപ്പോൾ അതെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പാക്കിലാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ടീ ബാഗ് ഉണ്ടാവും. അപ്പോൾ ടീ ബാഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെല്ലാവരും ചായ നോർമൽ ചായ കുടിക്കുന്നതിന് പകരം ഒരു നേരത്തെ ചായ ഇങ്ങനത്തെ ഒരു ഹെൽത്തി ഓപ്ഷനായിട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ എന്താ പറയുക ആർട്ടിഫിഷ്യലായിട്ട് നമ്മളൊന്നും ചെയ്യേണ്ടി വരില്ല. നമുക്ക് നാച്ചുറലായിട്ട് നമ്മൾ ഇതിലൊരു പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്യുന്നില്ല. ഫുള്ളി നാച്ചുറലാണ്. പ്രിസർവേറ്റീവ്സ് ഇല്ല, നമുക്ക് ബൈൻഡിങ് ഏജൻസ് ഇല്ല, നമുക്ക് കോട്ടിങ് ഏജൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളൊരു ക്യാപ്സ്യൂളിലോ ടാബ്ലറ്റിലൊക്കെ ഇങ്ങനത്തെ ഒരു പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വിഷൻ ചെയ്തത്. ഇപ്പൊ പോകുന്ന കണ്ടെയ്നർ എവിടത്തേക്കുള്ളതാണ്? ഇത് ഓസ്ട്രേലിയക്ക്. നിങ്ങൾ ദുബായിൽ മാർക്കറ്റ് ചെയ്യുന്നില്ല? നമ്മളത് ചെയ്തതാക്കിയിട്ടുണ്ട്, അതിന്റെ പേപ്പർ അപ്രൂവൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം മിക്കവാറും ഈ നവംബറിൽ നിങ്ങളിപ്പോ വെജിറ്റബിൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. കണ്ടെയ്നർ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് എന്നുള്ളത്. അപ്പം ഇതെന്ന് വെച്ചാൽ ഇത് നമ്മൾ അവിടത്തേക്ക് ഇതും ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ലൈനപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന. അപ്പം വെച്ചാൽ ഓസ്ട്രേലിയയിൽ എന്താ വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല ആൾക്കാർക്ക് അവെയർ ആണ് ഇതിനെ പറ്റിയിട്ട്. അവർക്ക് ഇതിന്റെ വാല്യൂ എന്തെന്നാ, അതേപോലെ അശ്വഗന്ധ, ഇപ്പം നെല്ലിക്കയുടെ ഗൂസ്ബെറി പൗഡർ, അത് ഭയങ്കര ബെനിഫിറ്റ് ആണ്. ആക്ച്വലി നമ്മൾ റെഡിക്ക് പറഞ്ഞാൽ ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം നമ്മൾ ക്ലിനിക്കൽ സ്റ്റഡീസ് എല്ലാം വായിക്കുമ്പോഴാണ് നമുക്ക് തന്നെ
എനിക്ക് തന്നെ അത്രയും കൺവിക്ഷൻ വരുന്നുണ്ട്, ഇത്രയും നല്ലൊരു സാധനം നമ്മുടെ നാട്ടിലുള്ളവർക്ക് അത്ര അറിയില്ല, ഇതിന്റെ വാല്യൂ ആരും റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വിദേശികൾക്ക് ഇത് അറിയും. അതാണ് അവരതാണ്. ഇപ്പം മഞ്ഞളുടെ കാര്യം നമ്മൾ കൊടുക്കുന്നത് കുർക്കുമിൻ കണ്ടന്റ് ഹൈ ഉള്ളതാണ്. ഇതിൽ മഞ്ഞളുടെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ നല്ല ഹൈ ക്വാളിറ്റി ഇതാണ്. അപ്പം അതാണ് നമ്മൾ സാധാരണ ഒരു സ്പൈസ് ആയിട്ടല്ല, ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ടാണ്. ഇപ്പോൾ ഒരു ടർമറിക് ലാറ്റെ പോലെ നമ്മൾ പാലിൻ്റെ കൂടെ ചേർത്ത് കുടിച്ചാൽ കുട്ടികൾക്കും ടേസ്റ്റാണ്, നല്ലതാണ്. അപ്പം നമ്മൾ എന്താ വെച്ചാൽ ഇതിൻ്റെ പുതിയ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് നമ്മൾ R&D ടീമുണ്ട്, അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അതിൻ്റെ പ്രോസസ്സിലുള്ള. അപ്പം എന്തായാലും ക്വാളിറ്റി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പേരുകൊണ്ട് പറഞ്ഞാൽ പോരാ, ബട്ട് അതിന് ഒരു ഇൻ്റർനാഷണൽ ബോഡി സർട്ടിഫൈ ചെയ്യുമ്പോഴാണ് അതിന് വില കൂടുക. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ സർട്ടിഫിക്കേഷൻ്റെ ഒരു സ്റ്റേജ് ഓഡിറ്റ് കഴിഞ്ഞു, ഇനി ഒരു സ്റ്റേജ് നടക്കാൻ പോകാനാണ്. അപ്പോൾ അതിൻ്റെ ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റർനാഷണലി നമുക്ക് ഏത് ബയർ വന്നിട്ട് നമുക്കിവിടെ വന്ന് വെരിഫൈ ചെയ്യാൻ പറ്റും. നമ്മളെ ഫെസിലിറ്റിയിൽ നമ്മൾ പാക്ക് ചെയ്യുന്ന രീതി, നമ്മൾ ഫോളോ ചെയ്യുന്ന ക്വാളിറ്റി, ഗ്ലോബൽ ഫുഡ് സ്റ്റാൻഡേർഡിൻ്റെ മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇതെല്ലാം പാക്ക് ചെയ്യുന്നത്. ഇത് ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ കണ്ണൂരിൽ ഓൺലൈനിൽ അതേപോലെ ഓൺലൈനിലുണ്ട്, നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, ആമസോണിലുണ്ട്, ഫ്ലിപ്കാർട്ടിലുണ്ട്, ജിയോ മാർട്ടിലുണ്ട്, മീഷോയിൽ ഇപ്പം ലിസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ബ്ലിങ്കിറ്റും നമ്മൾ ചെയ്യാനുള്ള അത് ഓൾറെഡി അതിന്റെ പേപ്പർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ടീം അതിന്റെ ബാക്കിലുണ്ട്. അപ്പൊ നമുക്കൊരു പ്രോപ്പർ നമുക്ക് നാട്ടുകാർക്ക് നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ്. ഡെഫിനറ്റ്ലി നമുക്ക് ആക്ച്വലി ഞാൻ ഫസ്റ്റ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിത് പുറത്തേക്ക് അയക്കുന്ന സമയത്ത് നമ്മൾ വിദേശികൾ മാത്രമല്ലല്ലോ, നമ്മൾ ആൾക്കാരും ഇത് വാല്യൂ അറിഞ്ഞ് നമ്മൾ എനിക്ക് തോന്നുന്നു കഴിക്കാൻ മറന്നുപോയതോ അല്ലെങ്കിൽ ചില സമയത്ത് അതുകൊണ്ടായിരിക്കും. നമ്മളെ കേരളത്തിലെ ആൾക്കാർ നല്ല കാര്യങ്ങൾ എംബ്രേസ് ചെയ്യുന്ന ഒരു കാറ്റഗറി ആൾക്കാരാണ്. ബട്ട് നമ്മൾ അതിനെ ഒന്നും കൂടി കൊണ്ടുവന്ന് അവരോടൊന്ന് ഓർമ്മിപ്പിച്ചാൽ ചില സമയത്ത് ഇപ്പം നമുക്ക് ആക്ച്വലി എന്ന് വെച്ചാൽ ഇതിനെക്കാട്ടും ചെറിയൊരു പാക്ക് ഉണ്ട്, ഒരു സ്പ്രിങ്ക്ലർ പാക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പം മിക്ക ആൾക്കാർക്കും മുരിങ്ങ ഇത് വാങ്ങിക്കുമ്പോൾ ഞാനിത് കഴിക്കുമോ എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പം ഈ മുരിങ്ങേൻ്റെ സാധനത്തിൻ്റെ സ്പ്രിങ്ക്ലർ പാക്ക് ഉണ്ട്, അത് ചെറിയ 40 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സാലഡിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സ്പ്രിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ സോൾട്ടും പെപ്പർ ഇടുന്ന പോലെ തന്നെ അത് ചെയ്യാൻ പറ്റും. അതിലെന്താ ഗുണം എന്ന് വെച്ചാൽ അത് ടേസ്റ്റ് ചെയ്തിപ്പോൾ മിക്ക ആൾക്കാർ അത് വാങ്ങിച്ചതിന് ശേഷം ഈ പാക്ക് മേടിക്കും. ഈ പാക്ക് മേടിച്ചിട്ട് നമ്മളെ വലിയ പാക്ക് ഉണ്ട് 150 ഗ്രാമിൻ്റെ, അത് മേടിക്കാൻ തുടങ്ങി. കാരണം അവർക്ക് ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു, സാറ്റിസ്ഫൈ ചെയ്ത് തുടങ്ങി. ഒരു പാം ഷുഗർ ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അപ്പോൾ അതെന്താ വെച്ചാൽ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ്. അപ്പം നമ്മളെ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടാവും. പിന്നെ അതിൽ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ അങ്ങനെയുള്ളതായില്ല. പിന്നെ നമ്മളത് മാത്രമല്ല, നമ്മൾ സോഴ്സ് ചെയ്യുന്നത് ഇന്ത്യ അക്രോസ് നമ്മൾ സോഴ്സ് ചെയ്യുന്നുണ്ട്, എല്ലാ സ്റ്റേറ്റും നമ്മളിപ്പോൾ ഇതാക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീക്ക് മധ്യപ്രദേശിൽ ഉണ്ടായതാണ്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ പല സ്ഥലത്തുനിന്നും പോയി നമ്മൾ ഏറ്റവും നല്ല സോഴ്സസിൽ പോയി കാര്യങ്ങൾ ചെയ്ത് അവിടെ നിന്നുള്ള കാര്യങ്ങൾ നോക്കുന്നത്. നമ്മൾ ഫാമിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഫാമിൽ നിന്ന് എടുക്കും. അപ്പം പിന്നെ നമ്മൾ അതിൻ്റെ ഫെസിലിറ്റീസും നമ്മൾ 1 by 1 ആയിട്ട്. പിന്നെ ഇത് വേറൊരു സാധനം എന്ന് വെച്ചാൽ എയറോ റൂട്ടാണ്. നമുക്ക് എല്ലാവർക്കും പണ്ട് ഞാനൊക്കെ കുട്ടിക്കാലത്ത് എന്ന് വെച്ചാൽ കൂവപ്പൊടി ഇതുള്ളത് എല്ലാവർക്കും ഇതുണ്ട്. ആക്ച്വലി ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്, ഡൈജസ്റ്റ് ചെയ്യാൻ ഭയങ്കര നല്ല ഇതുള്ള സംഭവമാണ്. ഇത് ആക്ച്വലി എന്താ വെച്ചാൽ ഈ റെസിസ്റ്റന്റ് സ്റ്റാർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നത് കൊണ്ട് നമുക്ക് ആക്ച്വലി എന്താ വെച്ചാൽ ഡൈജഷനും ഇതിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ ഇത് നമ്മളെ ബനാന പൗഡറാണ് ഇതുള്ളത്. ഇതിൽ കൂടുതൽ വെറൈറ്റികൾ ഇറങ്ങാനും കൂടുതൽ സാധ്യതയുണ്ട്. നമ്മൾ ആക്ച്വലി എന്താ വെച്ചാൽ നമുക്കിപ്പം കൺസ്യൂമർ ഇൻസൈറ്റ്സ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന നമുക്ക് ഏത് ടേസ്റ്റ് ആണ് കൂടുതലുള്ളത്. ഇനി ഒരുപാട് നമ്മൾ ഇതുണ്ട്, ഇപ്പം ബീട്രൂട്ടിന്റെ പൗഡർ, പൈനാപ്പിളിന്റെ പൗഡർ, കുറേ സാധനങ്ങൾ നമ്മൾ ലൈനപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും എനിക്ക് തോന്നുന്നത് നമ്മൾ R&Dയിൽ ഒരു 10-30 പ്രോഡക്ട്സ് റെഡി ആവാനുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ ട്രയൽസ് നമുക്ക് റൺ ചെയ്ത് നോക്കണം. പ്രൊഡക്റ്റിൽ നിൽക്കുമ്പോൾ ഷെൽഫ് ലൈഫ് ഓക്കെ ആണോ, അതിൻ്റെ പാക്കേജിങ് ഓക്കെ ആണോ എന്നൊക്കെ വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കൊരു ക്വാളിറ്റി അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു സീനിയർ ആളുണ്ട്, അതിൻ്റെ ടീം എല്ലാം ഒരു പ്രൊഫഷണൽ ടീം. ഇതിൻ്റെ വിദേശത്ത് ഇതിൻ്റെ ഏജൻസി C&F ഒക്കെ നോക്കുന്നുണ്ടോ മറ്റുള്ള രാജ്യത്തൊക്കെ? നമുക്ക് ഓപ്പൺ ആണ് കാര്യമുള്ളത്. നമ്മൾ നിങ്ങൾക്ക് ആയിരിക്കും വേറെ രാജ്യങ്ങൾ, ഇപ്പോൾ ഓസ്ട്രേലിയ, ദുബായ് അവിടെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി വേറെ ഏതെങ്കിലും രാജ്യത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സത്യവിഷയമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ ഞങ്ങളായിട്ട് ബന്ധപ്പെട്ട എനിക്കൊന്ന് വർഷങ്ങളായി. അപ്പോൾ UCWയുടെ വെയർഹൗസാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് UCW സർവീസിനും കാര്യങ്ങളെ കുറിച്ച്? എങ്ങനെയാണ്? അല്ല, സത്യം പറയാലോ, ഞാൻ എല്ലാവരുടെ അടുത്തും പറയാനുള്ള കാര്യമാണ്, നിങ്ങൾ ഭയങ്കര സപ്പോർട്ടിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം സ്വതവേ നമ്മളൊരു ബിസിനസ് ചെയ്യാന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും പ്രതിസന്ധികളാണ് നമ്മൾ കാണാറുള്ളത്. നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് വലിയ കാര്യമാണ്. കാരണം എന്തുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം, നോക്കാം എന്നുള്ള സൊല്യൂഷൻസിലാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. പിന്നെ നിങ്ങൾ പുതിയ വെയർഹൗസിന്റെ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പം നമ്മളത് നമ്മുടെ ഇൻപുട്സ് ചോദിച്ച് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പം നമുക്കറിയാം നിങ്ങൾ എന്ത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്
തോന്നുക. നമുക്കും അങ്ങനത്തെ ഒരാളെടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു കംഫർട്ടാണ്. അപ്പോൾ അത് നമുക്ക് എപ്പോൾ ഫീൽ ചെയ്യലുണ്ട്. അപ്പോൾ നിങ്ങളെ കണ്ടിന്യൂഡ് സപ്പോർട്ട് എന്നും വേണം അതുള്ളത്. കാരണം നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു യൂണിറ്റ് ഇങ്ങനെ ഓടിക്കാൻ പറ്റുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും താങ്ക് യു. UCWയുടെ അഥവാ അർബൻ കോർപ്പറേഷൻ വെൽത്ത് മാനേജ്മെൻറ്റിൻ്റെ പുതിയ പ്രൊജക്റ്റായ വെയർഹൗസ് കം ഷോറൂം ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഈ പ്രൊജക്റ്റിലാണ് ആധുനിക രീതിയിൽ എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള വെയർഹൗസാണ് ഇവിടെ വരുന്നത്. കണ്ടെയ്നർ ആക്സസും അങ്ങനെ ഒരുപാട് ഫെസിലിറ്റികൾ ഉൾക്കൊള്ളിച്ചാണ് നമ്മൾ ഈ വെയർഹൗസ് പണിയുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഈ പ്രൊജക്റ്റിൽ പങ്കുചേരാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽ അറിയുവാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഉറപ്പാണ് വരുമാനം. Urban Corporation Wealth Management from 22 Group.